നമസ്കാരം. അന്യായം അണ്ണാ, അന്യായം. എന്തോ അടിയാടെ ഇത്. എന്ത് പറയാൻ. അഭിഷേക് ശർമ്മ രാജകീയ ഇന്നിങ്സ് അല്ലേ, റോയൽ ഇന്നിങ്സ്. കമന്ററി പറയുന്നുണ്ട് റോയൽ ഇന്നിങ്സ് എന്ന്. ഒരു രക്ഷയില്ല, പറയാൻ വാക്കുകളില്ല. അമ്മാതിരി അടിയും ബാറ്റിംഗ് ആയിക്കോട്ടെ ബൗളിംഗ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഇംഗ്ലീഷുകാരന്മാരുടെ നട്ടൽ ഒടിച്ച് വിട്ടിട്ടുണ്ട്. 150 റൺസിന്റെ കൂറ്റൻ വിജയം ഇന്ത്യക്ക്. വെരി ഗുഡ്. അങ്ങനെ 5 കളികളുടെ പരമ്പരയിൽ 4-1 ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കളികളിൽ നിന്ന് എടുത്തള്ളിട്ട് അടിക്കുക എന്ന് വെച്ചാൽ ഓട്ടിച്ചിട്ട് അടിച്ച് തൂറിച്ച് പദം വരുത്തി എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇംഗ്ലണ്ടിനെ അടിച്ച് പദം വരുത്തിയത്. ഇന്ത്യ 20 ഓവറിൽ ഫസ്റ്റ് അവർക്ക് ടോസ് കിട്ടി, ഇന്ത്യക്ക് ബാറ്റിംഗ് കൊടുത്തു. 20 ഓവറിൽ 247 റൺസാണ് അടിച്ചത്. സത്യം പറഞ്ഞ പവർ പ്ലേയിൽ അടിച്ച റൺസ് എന്ന് പറഞ്ഞാൽ 95 റൺസ്, ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് 95 റൺസാണ് എടുത്തത്. ഏറ്റവും ഹയസ്റ്റ് പവർ പ്ലേ സ്കോറാണ് ഇന്ത്യയുടെ. മനസ്സിലായോ? അമ്മാതിരി അടിയാണ് അടിച്ചത്. സ്കോർ കാർഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അതായത് സാംസൺ 6 അടിച്ചാണ് തുടങ്ങിയത്. അതായത് അവനെ ആർച്ചറിനെ 6 അടിച്ച് തുടങ്ങി, 2 6 ഒരു 4 ഒക്കെ അടിച്ച് ഫസ്റ്റ് ഓവർ തന്നെ 16 റൺസ് വരെ അടിച്ചു കൂട്ടി. സത്യം പറഞ്ഞാൽ ഒരു പകരം വീട്ടിലായിരിക്കും ഇന്ന്, തിരിച്ചടി ഉണ്ടാവും എന്ന് ഞാൻ കരുതി. കാരണം എല്ലാം അവന്റെ ബാറ്റിന് വളരെ കൃത്യമായിട്ട് കയറുന്നുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും എഗെയിൻ അതേ പാരത്തം തന്നെ വീണ്ടും ആവർത്തിച്ചു. അതേ സൈഡിൽ അതേ ബോള് കൃത്യമായിട്ട് അടിച്ചു. കഴിഞ്ഞോട്ടം എനിക്ക് തോന്നുന്നു ആർച്ചർ തന്നെയാണെന്ന് പിടിച്ചത്. ഇതുപോലെ തന്നെ ആർച്ചറിന്റെ കയ്യിൽ തന്നെ അടിച്ചു കൊടുത്തു, വീണ്ടും ഔട്ടായി പോയി എന്നുള്ളതാണ് സാംസന്റെ കേസ്. നമുക്ക് എടുത്ത് പറയാനുള്ളത് രോഹിത് ശർമ്മ, അഭിഷേക് ശർമ്മ 54 ബോൾ മാത്രം നേരിട്ട് കൊണ്ട് 135 റൺസ്, 7 4, 1-2 സിക്സറുടെ 13 സിക്സുകളാണ്. എല്ലാം ഈ ക്ലാസിക് ഷോട്ടുകളായിരുന്നു അഭിഷേക് ശർമ്മ അടിച്ചത് കേട്ടോ. ഒന്ന് ഈ പറയുന്ന റിവേഴ്സ് ഇപ്പോ അല്ലെങ്കിൽ ബാക്ക് വഴിയോ അല്ലെങ്കിൽ കുനിഞ്ഞിരുന്നോണ്ട് അടിയോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം നമ്മുടെ ക്രിക്കറ്റ് ബുക്കിലുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് ഷോട്ടുകൾ മാത്രം അടിച്ചുകൊണ്ട് അഭിഷേക് ശർമ്മ നെളിഞ്ഞു നിന്നുകൊണ്ട് അടിച്ച അടി കണ്ടോ. അഭിഷേക് ശർമ്മ 135 റൺസ്. എന്റെ അമ്മയെ, ഒരു രക്ഷയുമില്ല. അതുമല്ല നമ്മുടെ ഈ ഗംഭീറിനെയും ഈ പറഞ്ഞ സൂര്യകുമാർ യാദവിനെയും നമ്മൾക്ക് ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അവൻ കഴിഞ്ഞ ടൂർണമെന്റിൽ അറിയാമല്ലോ, ഒരുപാട് തവണ ഇങ്ങനെ ഫോമൗട്ടായി നിന്നിട്ട് ഇവന് വീണ്ടും അവസരം കൊടുത്തു. ഇതിൽ ആ അവസരം കൊടുത്തത് അവൻ തെളിയിച്ചു. മനസ്സിലായോ? നമുക്ക് പുതിയൊരു യുവരാജ് സിംഗ് തന്നെ എന്ന് തന്നെ പറയേണ്ട പറ്റും. കാരണം ബൗളിങ്ങിലും വിക്കറ്റ് എടുക്കുന്നുണ്ട്. യുവരാജ് സിംഗ് നമുക്കറിയാലോ ഓൾറൗണ്ടറാണ്. ബൗളിങ്ങിലും പിന്നീട് വിക്കറ്റ് എടുത്തു. ഇന്ത്യയുടെ നെടുംതൂണ 135 റൺസാണ്. 247 135 റൺസ് യോനാണ് അടിച്ചത്. പിന്നെ അതിനകത്ത് പിന്നെ കോൺട്രിബ്യൂഷൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിലക് വർമ്മ 24 അടിച്ചു. പിന്നെ ശിവം ദുബെ 30 റൺസ് അടിച്ചു. വേറെ ആരും വലുതായിട്ടൊന്നും അടിച്ചില്ല. ഈ പറയുന്ന നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വീണ്ടും 2 റൺസിന് ഔട്ടായി പോയി. സൂര്യകുമാർ യാദവ് ആ ബോൾ സ്ഥിരമായിട്ട് 6 അടിക്കുന്ന ബോളാണ്. ഇത് 2ാമത്തെ തവണയാണ് ഇതുപോലെ എഡ്ജ് അടിച്ച് പിന്നെ കീപ്പറിന്റെ കയ്യിൽ ക്യാച്ച് ഔട്ടാവുന്നത്. 2ാം തവണ, കഴിഞ്ഞ മുമ്പത്തെ തവണ ഇതേ ബോളിൽ ഇതേ ഷോട്ടിന് ശ്രമിച്ചാണ് ഔട്ടായത്. മനസ്സിലായോ? അപ്പോ അങ്ങനെ 247 റൺസ് അടിച്ചു അവന്മാരെ എന്ന് വെച്ചാൽ. സത്യം പറഞ്ഞാൽ ആർച്ചറിനെ അടിച്ച് റൊട്ടി. ആർച്ചറിന് 55 റൺസാണ് അടിച്ചത്. മനസ്സിലായിരുന്നു? 14 റൺസ് വെച്ചിട്ട് 55 റൺസ് അടിച്ചു. 1 വിക്കറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. അമര വുഡ് 32 റൺസ് വിട്ടുകൊടുത്തു, 2 വിക്കറ്റ് തള്ളിയിട്ടു. പിന്നെ ബി കാർസ് അവനാണ് ഒരുവിധം എറിഞ്ഞത്, 38 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റ് എടുത്തു. ഇനി ഈ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് പരിതാപകരമെന്നേ പറയാനുള്ളൂ. വെറും 10.3 ബോളുകൾ വീശിക്കൊണ്ട് 97 റൺസ് മാത്രം അടിച്ചുകൊണ്ട് 10 പേരും പവലിയനിലേക്ക് പോയി ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയിട്ടുണ്ട്. 10 പേരും. ഇന്ന് ഇത്രയും 4 കളി കൊണ്ട് അല്ലെങ്കിൽ 5 കളി കൊണ്ട് 4 കളി കൊണ്ട് ഫോമായിരുന്ന പീസ് ആൾട്ട് എന്ത് ചെയ്തു? ഇന്നത്തെ കളി ഫോമായി 55 റൺസ് അടിച്ചു. 23 ബോൾ നേരിട്ട് കൊണ്ട് 7 4 3 6 ഒക്കെ അടിച്ചുകൊണ്ട് 55 റൺസ്. വേറെ ഒരു തെണ്ടി ഇതിനകത്ത് കളിച്ചില്ല എന്നുള്ളതാണ്, കളിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. എങ്ങനെ കളിക്കട്ടെ? 1-2 റൺസ് ഒന്നുമല്ല, 247 റൺസ് ചേസ് ചെയ്യണം. മനസ്സിലായി? അപ്പൊ അടിച്ചേ പറ്റുള്ളൂ. അപ്പൊ ബി ഡക്കറ്റ് 2 കളി കൊണ്ട് ഫോമായി വന്ന് ഈ കളി ഡക്കായി പോയി എന്നുള്ളതാണ്. ജോസ് ബട്ട്ലർ വീണ്ടും പിന്നീട് പരാജയപ്പെട്ടു. കഴിഞ്ഞ കളിയും ഈ കളിയും പരാജയപ്പെട്ടു. വെറും 7 റൺസ് എടുത്തുകൊണ്ട് ജോസ് ബട്ട്ലർ പോയി. ഹാരി ബ്രൂക്ക് 2 റൺസ് മാത്രമേ ഹാരി ബ്രൂക്കിന് എടുക്കാൻ പറ്റുള്ളൂ. ലിവിങ്സ്റ്റൺ വന്നിട്ട് 6 ഒക്കെ അടിച്ചുകൊണ്ട് വന്നിട്ട് തുടക്കമൊക്കെ ഇട്ടു. പക്ഷെ വെറും 9 റൺസിന് ലിവിങ്സ്റ്റണ് പോയി. പിന്നെ ബത്തേൽ 10 റൺസ് അടിച്ചു. പിന്നെ ഒന്നുമില്ല, ബി കഴിഞ്ഞ 3 അങ്ങനെ ഒന്നുമില്ല. ബാക്കിയെല്ലാം പോയി. അങ്ങനെ 10.3 ഓവറിൽ 97 റൺസ് മാത്രം എടുത്തുകൊണ്ട് 150 റൺസിന്റെ കൂറ്റൻ വിജയം ഇന്ത്യക്ക് സമ്മാനിച്ചുകൊണ്ട് 10 പേരും പവലിയനിലേക്ക് തിരിച്ചുപോയി. മുഹമ്മദ് ഷമി
2.3 ഓവറിൽ മുഹമ്മദ് ഷമിക്ക് 3 വിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് ഷമിയുടെ തിരിച്ചുവരവ് ആഘോഷിക്കുന്ന മുഹമ്മദ് ഷമി. ഹാർദിക് പാണ്ഡ്യ 2 ഓവറേ എറിഞ്ഞുള്ളൂ, വിക്കറ്റുകളൊന്നും കിട്ടില്ല. വരുൺ ചക്രവർത്തി വീണ്ടും 2 വിക്കറ്റുകൾ, ക്രൂഷ്യലായിട്ടുള്ള 2 വിക്കറ്റുകൾ തള്ളിയിടുന്നു. 25 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 ഓവർ എറിഞ്ഞു. ഇത് അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. രവി ബിഷ്ണോയ്ക്ക് ഇന്ന് 1 ഓവർ മാത്രമേ എറിയാൻ കൊടുത്തിട്ടുള്ളൂ, 1 വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ശിവം ഡൂബെ ഇന്ന് എറിയാൻ കൊടുത്തു. ഫസ്റ്റ് ബോൾ തന്നെ വിക്കറ്റ് തള്ളിയിട്ടുകൊണ്ട് 2 വിക്കറ്റുകൾ ശിവൻ ഡൂബെ നേടി. പിന്നെ അഭിഷേക് ശർമ്മ വെറും 1 ഓവർ എറിഞ്ഞുള്ളൂ, ആ 1 ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ തള്ളിയിട്ടു. അങ്ങനെ സത്യം പറഞ്ഞാൽ 5 കളികളുള്ള പരമ്പരയിൽ ഇന്ത്യക്ക് കൂറ്റൻ ജയം, 150 റൺസിന്റെ കൂറ്റൻ ജയം. ഒരുപാട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരുപാട് റെക്കോർഡുകൾ പിറന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും 2ാമത്തെ സ്കോർ ആണെന്നോ, ഈ ഹയസ്റ്റ് സ്കോർ ആണ് പവർ പ്ലേയിലെ ഏറ്റവും ഇന്ത്യയുടെ ഹയസ്റ്റ് സ്കോർ, ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ ഹയസ്റ്റ് സ്കോർ, അങ്ങനെ ഏറ്റവും വലിയ വിജയം, അങ്ങനെ എന്തൊക്കെ കുറെ റെക്കോർഡുകൾ പിറന്നിട്ടുണ്ടാവും. അപ്പൊ ഈ അഭിഷേക് ശർമ്മയുടെ കേസിലും കുറെ റെക്കോർഡുകൾ എനിക്ക് 2ാമത്തെ ഹയസ്റ്റ് സ്കോർ, പിന്നെ 50 അടിച്ചത് ഏറ്റവും എനിക്ക് 17 ബോളിൽ നിന്ന് അല്ലേ 50 അടിച്ചത്. 12 ബോളിൽ നിന്ന് യുവരാജ് സിംഗ് അടിച്ചു, അതായിരുന്നു ഹയസ്റ്റ്. അതിന് തൊട്ട് താഴെ 13-14 ബോളിൽ നിന്ന് ഈ അഭിഷേക് ശർമ്മ അടിച്ചു. അങ്ങനെ റെക്കോർഡുകളുടെ പെരുമഴയായിരുന്നു ഇന്ന് നടന്നത്. അതുമല്ല, ഈ പറയുന്ന ഇംഗ്ലണ്ടിനെ നിലം തൊടിയിക്കാതെ ഓട്ടിച്ചിട്ട് അടിച്ച് തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ, കാരണം എങ്ങനെയെങ്കിലും എന്തായാലും പരമ്പര തോറ്റു, ഒരു കളിയെങ്കിലും ജയിച്ച് മാനം കാക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഇംഗ്ലണ്ടിനെ സത്യം പറഞ്ഞാൽ ഈ 4 കളിയിനെയും കട്ടി ഒരു നാണം കെട്ട തോൽവിയായിരുന്നു കാത്തിരുന്നത്. അമ്മാതിരിയാണ് അടിച്ച് തോൽപ്പിച്ചത്. ഒരു നിലയിലും ഫസ്റ്റ് ഓവർ തന്നെ 16 റൺസ് അടിച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ തുടക്കമിട്ടത്. അതിനുശേഷം ഏതോ ഒരു 19ാമത്തെ ഓവറിൽ എന്തോ ഒരു 3 റൺസ് അടിച്ചു. ബാക്കി എല്ലാ ഓവറും ലാസ്റ്റ് 2 ഓവർ മാത്രമാണ് വലിയായിട്ട് അടി വീഴാത്തത്. ബാക്കി എല്ലാ ഓവറിലും അഭിഷേക് വർമ്മ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. അടിക്കോട്ടടി 6 പോണ പോക്കിലെ 6. ഈ പറയുന്ന ഇംഗ്ലീഷുകാർ ഇത് എന്തൊരു പാടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അഭിഷേക് ശർമ്മയുടെ ഒരു കേസ് എന്ന് വെച്ചാൽ, ഈ ആർച്ചറെ പോലുള്ള 155-160 കിലോമീറ്റർ സ്പീഡിൽ എറിയുന്നവനെ ഗ്രീസ് വിട്ടിറങ്ങി കളിക്കുന്ന കളിയിൽ എല്ലാത്തിന്റെയും ബാറ്റ് കൃത്യമായിട്ട് സെന്ററിൽ ടപേനെ കൊള്ളുന്നുണ്ട്. അവൻ നെഞ്ച് തിരിച്ചുകൊണ്ട് തന്നെ ആ സ്ട്രെയിറ്റ് ഡ്രൈവ് 6 എന്തോ ആയിക്കോട്ടെ എല്ലാം അവൻ അടിക്കുമ്പോൾ തീത്ത് വെക്കും. ഇവിടെ സഞ്ജു സാംസന് പറ്റുന്ന ഒരു അബദ്ധമാണ്, ഒന്നി നീ തീത്ത് വെക്കുക അല്ലെങ്കിൽ ഗ്രൗണ്ട് അടിക്കുക. തീർത്ത് വെക്കുന്നില്ല. ആ ഒരു ഷോട്ട് 3-6 തവണ തുടർച്ചയായിട്ട് ആ ഒരു സെയിം ബോൾ വരുന്നു. തുടർച്ചയായിട്ട് സെയിം ഏരിയയിൽ അവിടെ നിൽക്കുന്ന ഫീൽഡറിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചലിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് അമ്മാതിരി കയ്യിൽ തന്നെ അടിച്ചിട്ട് കൊടുക്കുന്നു. സഞ്ജു സാംസണിനെ അറിയാം ഞാൻ ഇത് എന്താണ് കാണിക്കുന്നത്. അതാണ് ബാറ്റൊക്കെ എടുത്ത് കൊക്കി എറിഞ്ഞിട്ട് ഒരു കിണിച്ചിട്ടൊക്കെ പോയത്. സത്യം പറഞ്ഞാൽ ഇന്ന് സഞ്ജു സാംസന്റെ തുടക്കം കണ്ടപ്പോൾ ഒരു നല്ലൊരു തിരിച്ചടി, ഇത്രയും കാലം ഫോമാവട്ടെ, ഇന്ന് നല്ലൊരു അടി അടിക്കും ഞാൻ കരുതി കേട്ടോ. സൂപ്പർ. നമ്മൾ ഇന്ന് അവൻ ഒരു 50 ഏറ്റവും കുറഞ്ഞത് ഒരു 50, പക്ഷെ ഭയങ്കര വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടായിരുന്നു അവന്റെ ബാറ്റിംഗ്. വന്ന ഫസ്റ്റ് ബോളി തന്നെ അടിച്ചാണ് അവൻ തുടങ്ങിയത്. പക്ഷെ ഈ പറയുന്ന ഭാഗ്യം, ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗ്യം കൂടി വേണം. ആ ഭാഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കാലിബർ മാത്രം പോലെ കുറച്ച് ഭാഗ്യം കൂടി വേണം. ആ ഭാഗ്യം ഇന്നും സഞ്ജു സാംസനെ തുടച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവും ഈ പരമ്പര ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഒരു കളി പോലും ഫോം ആവാൻ സാധിച്ചില്ല. ഇന്നും ഈ പറയുന്ന സൂര്യകുമാർ യാദവ് ഔട്ടായ സംഭവം നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു 99% 6 അടിക്കുന്ന ബോളാണ്. പക്ഷേ ഇത് ഭാഗ്യക്കേട് കൊണ്ട് എഡ്ജടിച്ച് പൊങ്ങി നിന്നു. അത് ഫീൽഡിങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇന്ന് ഇംഗ്ലണ്ടുകാരും സത്യം പറഞ്ഞ ഈ അഭിഷേക് ശർമ്മയുടെ അടി കണ്ട് പേടിച്ചു തൂറി ഒരു ബോൾ പോലും കുറെ മിസ്ഫീൽഡ് ചെയ്തായിരുന്നു. പല ബോളുകളെ നമ്മൾ പൊത്ത പിടിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇന്ത്യയുടെ ഫീൽഡിൽ നോക്കണേ ഒരു കേച്ച് പോലും വിട്ടുകളയാതെ എല്ലാം നക്കിയെടുക്കുന്ന ഇന്ത്യൻ ഫീൽഡറെ കണ്ടു. അപ്പൊ എന്തായാലും ഇന്ത്യ ഈ T20 പരമ്പര രാജകീയമായി ജയിച്ചു. ഒന്നും പറയാനില്ല. അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന അഭിഷേക് ശർമ്മയുടെ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു ഇന്നിംഗ്സ് ആയിരുന്നു അഭിഷേക് ശർമ്മയുടെ. നമുക്ക് വീണ്ടും കാണാം.